മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെയും മകനായിരുന്നു ജവഹർലാൽ നെഹ്റു. നല്ല ഓമനത്വമുള്ള ഒരു മകനായിരുന്നു. വലിയ വീടും തോട്ടവുമെല്ലാം ഉണ്ടായിരുന്ന ആ വീട്ടിൽ ഒരു രാജകുമാരനെ പോലെയായിരുന്നു നെഹ്റു വളർന്നത്. എങ്കിലും അദ്ദേഹത്തിന് കളിക്കാനോ സംസാരിക്കാനോ മറ്റു കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് പുസ്തകങ്ങൾ വായിച്ചും പൂന്തോട്ടത്തിലെ ചെടികളോടും മൃഗങ്ങളോടും സംസാരിച്ചും വളർന്നു. വലുതായപ്പോൾ അദ്ദേഹം കപ്പൽ കയറി ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു. അവിടെ നിന്നും തിരിച്ചു വന്ന നെഹ്റു കണ്ടത് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഗാന്ധിജി നടത്തുന്ന വലിയ സമരമാണ്. ഞാനും എൻ്റെ നാടിനു വേണ്ടി പോരാടും എന്ന് പറഞ്ഞ് നെഹ്റുവും ആ സമരത്തിൽ ചേർന്നു. തുടർന്ന് അദ്ദേഹം വലിയ നേതാവായി മാറി. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പലതവണ ജയിലിൽ പോവുകയും കഷ്ടപ്പെടുകയും ചെയ്തു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രധാനമന്ത്രിയായപ്പോഴും അദ്ദേഹം കുട്ടികളെ ഒരുപാട് സ്നേഹിച്ചു. എവിടെ പോയാലും കുട്ടികളെ കണ്ടാൽ ചിരിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യും. അവർ സ്നേഹത്തോടെ അദ്ദേഹത്തെ ചാച്ചാ നെഹ്റു എന്ന് വിളിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസമായ നവംബർ 14 നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഈ രാജ്യം വളർന്നു വലുതാകാൻ കുട്ടികളാണ് നാളത്തെ ശക്തി എന്ന് അദ്ദേഹം വിശ്വസിച്ചു. നെഹ്റു കുട്ടികൾക്ക് നൽകിയ സന്ദേശമാണിത്. നല്ലവരായിരിക്കുക, ദയ കാണിക്കുക, ഈ രാജ്യത്തെ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ കഠിനാധ്വാനം ചെയ്യുക. എല്ലാവർക്കും ശിശുദിന ആശംസകൾ.